17-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്. ഉണരുക എന്ന ആ വാക്കുകൊണ്ട് മരിച്ച അവസ്ഥയിൽ നിന്ന് നാം എഴുന്നേറ്റ് വരുന്ന ഒരു അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. നാം എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായി നാം കാണാൻ പോകുന്നത് നമ്മുടെ കർത്താവിൻ്റെ പൊന്നുമുഖമാണ്. പ്രൈസ് ദി ലോർഡ്. ആദത്തെ ദൈവം മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി. ദൈവം അവൻ്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അല്ലേ? ആദാം കണ്ണു തുറന്നപ്പം ആദ്യമായി കണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചവനായിരുന്നു, അവൻ പുറത്തു വന്നു, അല്ലേ? അവൻ ആദ്യമായി കണ്ടത് ആരെയാ? അവനെ വിളിച്ച കർത്താവിനെയാണ്. ഞാനോ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ദൈവത്തെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആളുകൾ ഇന്ന് ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഈയോ പറയുന്നുണ്ട്, ഞാനോ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ കാണുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ താൻ ദൈവത്തെ കണ്ടു എന്നർത്ഥത്തിലാണ്. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആമേൻ, ആ വീണ്ടെടുപ്പുകാരനായ ദൈവം അതെല്ലാം തനിക്ക് തിരിച്ചു നൽകി സമാദരിച്ചു. ആ അനുഭവത്തിലൂടെയാണ് താൻ പറയുന്നത്, ഞാനിപ്പോൾ നിന്നെ കാണുന്നു എന്നാണ്. ഇന്നത്തെ സ്ഥിതിയിൽ ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ, നേരിട്ട് കാണാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:18 കർത്താവ് പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് നമുക്കിന്ന് ദൈവത്തെ കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ വായിക്കുന്നത്. വായിക്കാം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ആമേൻ. അപ്പൊ മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനായ ദൈവം. എന്തുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല? താന് അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് വസിക്കുന്നത്. സ്തോത്രം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവം. 5000 വോൾട്ട്സ് ഉള്ള ഒരു ബൾബിന്റെ അടുക്കിലേക്ക് ഒരു ചെറിയ ഈച്ച പറന്നു എന്നാൽ അത് കരിഞ്ഞു പോകുന്നത് പോലെ തേജോമയനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഇന്ന് പാപിയായ മനുഷ്യൻ അടുത്തിയെല്ലാൻ പറ്റില്ല. കാരണം ആമേൻ, ദൈവം അത്രമാത്രം വലിയ തേജസ്സിൽ വസിക്കുന്നവനാണ്. ആദവും ഹവ്വയൊക്കെ ദൈവത്തോടുകൂടെ സഹവസിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭകാലത്ത് അവർ തേജസ്സിനാൽ മൂടപ്പെട്ട അനുഭവമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. സ്തോത്രം. മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരനെ പോലെ ദൈവം മോശയോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലേ? എൻ്റെ ദാസനായ മോശയോ അഭിമുഖമായി ഞാൻ സംസാരിച്ചു എന്നൊക്കെയാണ് ദൈവം പറയുന്നത്. പക്ഷേ ആ മോശയ്ക്ക് പോലും ഞാൻ നിങ്ങളെ കാണുന്ന പോലെ, നിങ്ങൾ എന്നെ കാണുന്ന പോലെ ദൈവത്തെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മോശ ഒരിക്കൽ തൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം ദൈവത്തോട് പങ്കുവയ്ക്കുകയുണ്ടായി. ദൈവമേ, നിൻ്റെ മുഖം എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന്. വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. തുടർന്നുള്ള വാക്യം പിന്നാലെ നമുക്ക് വായിക്കാം. ദൈവം പറയുകയാണ്, മോശേ, നിനക്ക് മാത്രമല്ല ഒരു മനുഷ്യനും എന്നെ കാണാൻ കഴിയുകയില്ല.
പ്രൈസ്. കാരണം ദൈവം അത്രമാത്രം തേജോമയനായ ദൈവമാണ്, അല്ലേ? അബ്രഹാമിന് ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, താൻ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷമായി എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിങ്കൽ മനുഷ്യൻ മരിച്ചവരെ പോലെയായി തീർന്നിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 10:9 ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ താൻ ബോധം കെട്ടു വീണു എന്നാണ് വായിക്കുന്നത്. 1 രാജാക്കന്മാർ 19:11-13 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഏലിയാവ് മുഖം മൂടിയവനായി നിന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 1:28, 3:15 വാക്യങ്ങളിൽ ആമേൻ, യെഹെസ്കേൽ ദൈവത്തിൻ്റെ ആ ദർശനം കാണുമ്പോൾ അവൻ സ്തംഭിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1:17 യോഹന്നാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ആയിത്തീരുകയാണ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യനും ഇന്ന് ദൈവത്തെ നേരിൽ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവം അത്രമാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. നാം ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്നാൽ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ കരിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. മോശെ പറഞ്ഞു, ദൈവമേ എനിക്ക് അങ്ങയുടെ മുഖമൊന്ന് കാണിച്ചു തരണം. ദൈവം പറഞ്ഞു, പറ്റില്ല മോശെ, നിനക്ക് മാത്രമല്ല ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ പിന്നെ ജീവനോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ദൈവം അവൻ്റെ വലിയ ആഗ്രഹത്തിന് ഒരു പരിഹാരമാർഗം പറഞ്ഞു കൊടുത്തു. വാക്യം 21, ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഇതാ എന്ന് പറയുന്ന ആ സ്ഥലം, പ്രൈസ് ദി ലോർഡ്, പുറപ്പാട് പുസ്തകം 33:6 അത് ഹോരേബാണ് എന്ന് വായിക്കുന്നുണ്ട്. എവിടെയാണ്? ഇപ്പോൾ ഹോരേബിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് 33:22 ദൈവം പറയുകയാണ്, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അല്ലേ മോശേ, നിനക്കെന്നെ കാണാൻ ഒരു പരിഹാരമാർഗം ഞാൻ പറഞ്ഞു തരാം. ഇതാ ഇവിടെ എൻ്റെ അടുക്കൽ ഹോരേബിൽ ഒരു പിളർക്കപ്പെട്ട പാറയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാന്നിധ്യം കടന്നു പോകുമ്പോൾ ഞാൻ ആ പാറയുടെ പിളർപ്പിൽ നിന്നെ ആക്കും. ആ പാറയുടെ പിളർപ്പിൽ നിന്നുകൊണ്ട് നിനക്കെന്നെ ഭാഗികമായി കാണാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ഇന്ന് ദൈവത്തെ മുഖം കാണാൻ ദൈവം ഒരുക്കിയ പരിഹാരമാർഗം പിളർക്കപ്പെട്ട പാറയിലൂടെ നമുക്കിന്ന് ദൈവത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ആരാണ് പിളർക്കപ്പെട്ട പാറ? 1 കൊരിന്ത്യർ ലേഖനം 10:4 അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ക്രിസ്തു ആകുന്ന പാറ പിളർക്കപ്പെട്ട ഒരു ചരിത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 33:6 അവരിപ്പോൾ ഹോരേബിലാണ് എന്ന് വായിച്ചു. 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം പറയാണ്, ഇതാ ഞാൻ ഹോരേബിൽ പാറയുടെ മേൽ നിൽക്കും. മനസ്സിലായോ? ഞാൻ ഹോരേബിൽ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കണം, അപ്പോൾ ജനത്തിന് കുടിപ്പാൻ ജലം അതിൽ നിന്ന് പുറപ്പെടും. ആ അടിക്കപ്പെട്ട പാറ, ആ പിളർക്കപ്പെട്ട പാറ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ ഇന്ന് ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള പരിഹാര മാർഗം എന്താ? പിളർക്കപ്പെട്ട പാറയായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ പാറ എന്ന പദത്തിലാണ് വേദപുസ്തകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. യേശുക്രിസ്തു ആരാണ്? പാറയാണ്, അല്ലേ? നമ്മൾ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും വസിച്ചവരാണ്. അവിടെ ദൈവം നമ്മെ കരകയറ്റി
ഒരു പാറമേൽ നിർത്തി. സ്തോത്രം, ഹല്ലേലൂയ. അവനൊരു ചതുപ്പ് കണ്ടമല്ല, ഒരു ചേറ്റ് കണ്ടമല്ല. പ്രൈസലോ, താണു പോകുന്ന ചേറ്റ് കണ്ടമല്ല നമ്മൾ. എന്നാൽ പണ്ട് നമ്മൾ അവിടെ ആയിരുന്നു. അവിടുന്ന് അവൻ നമ്മെ കരകയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി. നമ്മുടെ ഗമന സ്ഥിരമായി. നമ്മുടെ വായിൽ പുതിയ പാട്ട് ദൈവം തരികയുണ്ടായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇനി ഈ പാറ പിളർന്ന ആ പാറയുടെ പിളർപ്പിനെ കുറിച്ച് ചില ചിന്തകൾ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഇവിടെ ഒരു പ്രാവ് പാറയുടെ പിളർപ്പിലിരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. എവിടെയായിരിക്കുന്നത്? പാറയുടെ പിളർപ്പിൽ. സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവമുഖം കാണാൻ ആഗ്രഹമുള്ളതുപോലെ ദൈവത്തിന് ഇന്ന് നമ്മുടെ മുഖവും കാണാൻ ആഗ്രഹമുണ്ട്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും കാണുന്നില്ലേ? സ്തോത്രം, കാണുന്നുണ്ട്. പക്ഷേ അടുത്ത് കാണാൻ, തൊട്ടടുത്ത് കാണാൻ കർത്താവ് ഇന്ന് കൊതിക്കുകയാണ്. ഇവിടെ ഒരു പ്രാവ് പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്നു. എന്താ സംഭവിച്ചത്? എന്തിനാ ഈ പ്രാവ് പാറയുടെ പിളർപ്പിൽ പോയിരിക്കുന്നത്? സാധാരണ രീതിയിൽ പ്രാക്കൾ വല്ല പള്ളിയുടെയോ പള്ളിക്കൂടത്തിൻ്റെയോ ഒക്കെ മോന്തായത്തിലിരിക്കും, അല്ലേ? അല്ലെങ്കിൽ തണലുള്ള എവിടെങ്കിലുമൊക്കെ ഇരിക്കും. ഈ ചുട്ടുപഴുത്ത പാറയുടെ പിളർപ്പിൽ പോയി ഒരു പ്രാവും ഇരിക്കില്ല. ചൂടാണ്, അസഹനീയമായ ചൂടാണ്. മരുഭൂമിയിലെ പിളർക്കപ്പെട്ട പാറയിൽ അതിന് പോയാൽ അതിന് തണൽ കിട്ടൂല. വല്ലാത്ത ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോകും. പക്ഷേ ഇവിടെ ഒരു പ്രാവ് പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്നു. എന്താ സംഭവിച്ചത്? എങ്ങനെയാ ഈ പ്രാവ് പാറയുടെ പിളർപ്പിൽ വന്നത് എന്ന് ഞാൻ അല്പം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിൻ്റെ നിയമം പറയുകയാണ്. ഒരുവന് കുഷ്ഠം വന്നാൽ അവൻ പാളയത്തിന് പുറത്ത് പാർക്കണം. അവന് മറ്റ് ജനവുമായി സംസർഗമില്ല. എന്നാൽ അവൻ്റെ കുഷ്ഠം മാറിക്കഴിഞ്ഞാൽ ചില പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അവന് പാളയത്തിലേക്ക് വരാൻ പദവിയുണ്ടായിരുന്നു. സ്വതന്ത്രം, അവൻ്റെ കുഷ്ഠം മാറി എന്ന് മഹാപുരോഹിതൻ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്തോത്രം, ജീവനും ശുദ്ധിയുമുള്ളതായ 2 പക്ഷികളെ കൊണ്ടുവരണം. 2 പക്ഷിയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 തത്തയോ മൈനയോ മറ്റോ പിടിച്ചോണ്ട് പോയാൽ മതിയോ? 2 പക്ഷിയെ കൊണ്ടുപോയാൽ പോരെ? ഹലോ, 2 പക്ഷിയെ കൊണ്ടുപോയാൽ പോരെ? ഏതെങ്കിലും 2 പക്ഷിയെ കൊണ്ടുപോയാൽ മതിയോ? ലൂക്കോസ് 2:24 അവിടെ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ. അപ്പോൾ ശുദ്ധിയുള്ള 2 പക്ഷികളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ 2 പ്രാവുകളെയാണ് കൊണ്ടുവരുന്നത്. ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷിയെ കൊണ്ടുവരാൻ കൽപ്പിക്കണം. വാക്യം 5, പ്രൈസ് ദി ലോർഡ്. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവെള്ളത്തിന് മീതെ അറുപ്പാൻ കൽപ്പിക്കണം. അപ്പം 2 പക്ഷിയാണ് കൊണ്ടുവന്നത്, 2 പ്രാക്കളെ. അതിൽ ഒരു പ്രാവിനെ, ജീവനുള്ള ഒരു പ്രാവിനെ ഒരു മൺപാത്രത്തിലെ വെള്ളത്തിന് മീതെ പിടിച്ച് കഴുത്ത് കണ്ടിക്കും. കഴുത്ത് കണ്ടിച്ചിട്ട് അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ ആ പ്രാവിൻ്റെ രക്തമെല്ലാം ആ വെള്ളത്തിലേക്ക് വീഴും. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ സോപ്പ് ചെടിയുടെ തണ്ടുകൾ എടുത്ത് കൂട്ടിക്കെട്ടി ഈ വെള്ളവും രക്തവും കൂടെ ഒന്ന് കലക്കണം.
രക്തം കലർന്ന ഒരു മിശ്രിതമായും മാറുന്നു. ഇണയുടെ രക്തത്തിൽ ആ മറ്റേ പക്ഷിയെ എടുത്തെന്ത് ചെയ്യുകയാണ്? വാക്യം 6. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള പക്ഷി ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് ഇവയും ജീവനുള്ള പക്ഷിയെയും ഉറവുള്ളത്തിന്മേതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ജീവനുള്ള പക്ഷിയെ ഒന്നിനെ അറുത്തു, അതിൻ്റെ രക്തമാണ് ഈ വെള്ളത്തിലേക്ക് വീഴ്ത്തിയിരിക്കുന്നത്. ആ വെള്ളം കലക്കിയിരിക്കുകയാണ്. ആ കലക്കിയ രക്തമുള്ള വെള്ളത്തിലേക്ക് മറ്റേ പക്ഷിയെ എടുത്തു മുക്കുന്നു. മുക്കിയിട്ട് അതിനെ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറി. സ്തോത്രം. പ്രൈസല്ലോ. ഒരു വെള്ളപ്രാവായിരുന്നു, പക്ഷേ ഇണയുടെ രക്തത്തിൽ മുക്കിയെടുത്തപ്പോൾ ഇപ്പോൾ അതിൻ്റെ കളറ് മാറി, അതൊരു ചുവപ്പ് കളറായി മാറി. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം, ഈ ജീവനുള്ള പക്ഷിയെ വെളിയിലേക്ക് പറപ്പിച്ചു വിടുകയാണ്. കണ്ടോ? പ്രൈസല്ലോ, ഹല്ലേലൂയ. ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. സ്തോത്രം. യേശുക്രിസ്തുവിൽ ഒരുവനായിത്തീരുമ്പോൾ, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ അവൻ വേറൊരു സൃഷ്ടിയായി മാറുകയാണ്. കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഈ പുതിയ മനുഷ്യനെ ലോകം ഉപദ്രവിക്കും. ഈ പക്ഷിയെയും അങ്ങനെ തന്നെയാണ്. അതിനെ പുറത്തേക്ക് വിട്ടാൽ മറ്റു പ്രാക്കളുടെ കൂട്ടത്തിലേക്ക് ഇത് പറന്നു ചെല്ലാമെന്ന് വിചാരിച്ചാൽ മറ്റു പ്രാക്കളെല്ലാം കൂടെ ഇതിനെ കുത്തിക്കൊല്ലും. മനസ്സിലായോ? ഉപദ്രവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകുവിൻ. ഈ പ്രാവിനെ ഇണയുടെ രക്തത്തിൽ മുക്കി കളറുമാറ്റം പ്രാപിച്ച ഈ പ്രാവിനെ വെളിയിലേക്ക് പറപ്പിച്ചു വിടുകയാണ്. ഇതെന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് പറന്ന് പഴയ പ്രാക്കളുടെ കൂട്ടത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അതെല്ലാം കൂടെ ഇവരെ ഈ വ്യത്യാസം കൊണ്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് ഇതെങ്ങോട്ട് പോകും? ഇത് പറന്ന് ഒരു പാറയുടെ പിളർപ്പിലേക്ക് പോകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. മോവാബ് നിവാസികളെ, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ. ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവെക്കുന്ന പ്രാവിനെ പോലെയാകും. ആമേൻ. അപ്പൊ പട്ടണങ്ങളെ വിട്ട് പാറയുടെ ഗുഹയിലേക്ക് പോകുകയാണ്. ഉത്തമഗീതം 2:14 ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നു. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാവിന് ഇപ്പോൾ 2-3 പ്രയാസങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഇണ മരിച്ചുപോയി, അല്ലേ? ആ ഇണയുടെ രക്തത്താലാണ് താനിപ്പോൾ ആ ഒരു കളർ മാറ്റത്തിൻ്റെ പുത്തൻ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. 2, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റു പ്രാക്കൾ അതിനെ വല്ലാതെ കുത്തി വേദനിപ്പിക്കുകയാണ്. സ്വതന്ത്രം. പാറയുടെ അസഹനീയമായ ചൂട് അത് അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പാറയുടെ പിളർപ്പിൽ ചൂടുകൾ സഹിച്ചുകൊണ്ട് ആ പ്രാവ് വിരഹവേദന അനുഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ ഞാനും നിങ്ങളും നിന്ദകൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവിനെ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ നാം പീഡകൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നാം നിന്ദകൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പഴിക്കും. അങ്ങനെ പഴിയും ദുഷിയും അപമാനവും ചൂടും ഏകാന്തതയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആ പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട് ഗദ്ഗദത്തോടുകൂടെ ആ പ്രാവ് പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്. ഭക്തന്മാർ ആത്മാവിൽ ചാലിച്ചെഴുതിയ ഒരു പാട്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ മറവിൽ അഭയം തരും. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ മറവിൽ അഭയം തരും. പിളർന്നതാ പാറയേ, നിൻ
വേദന അനുഭവിച്ചുകൊണ്ട്, നിന്ദകൾ സഹിച്ചുകൊണ്ട്, കുത്തലുകൾ ഏറ്റുകൊണ്ട് ആ പ്രാവ് പാറയുടെ പിളർപ്പിൽ ചൂട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസല്ലോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു എങ്കിലും അവൻ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവ് ഭൂമിയിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ആ പ്രാവിനോട് പറയുകയാണ്, എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. കർത്താവിന് വേണ്ടി നിന്നെയും അപമാനവും സഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ അടുത്ത് കാണാൻ യേശുവിന് ആഗ്രഹമുണ്ട്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഭൂമിയിൽ ആരും നിങ്ങളെ ആശ്വസിപ്പിക്കില്ല, പക്ഷേ യേശു നിന്റെ കണ്ണുനീര് തുടയ്ക്കും. നിന്റെ വേദനകൾ കേട്ടിട്ട് കണ്ടിട്ട് അവൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ മുഖം കാണുവാൻ ആർക്കും കഴിയത്തില്ല എന്നാണ്, അല്ലേ? ദൈവത്തിന്റെ മുഖം കാണാൻ ആർക്കും കഴിയത്തില്ല. മോശയോട് പറഞ്ഞു, മോശെ, നിനക്ക് എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല, മനുഷ്യരാരും കാണാൻ കഴിയാത്തവരാണ്. സ്തോത്രം. കാരണം അത്രമാത്രം തേജോമയനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യർക്ക് ദൈവമുഖം നേരിട്ട് കാണാൻ കർത്താവ് രണ്ടുവിധ പരിഹാര മാർഗങ്ങൾ ഒരുക്കി. ഓരോന്നായി ഞാൻ പറയാം. ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യന് തേജോമയനായ ദൈവത്തിൻ്റെ മുഖം നേരിട്ട് കാണാൻ വേണ്ടി രണ്ടുവിധ പരിഹാരങ്ങൾ ഒരുക്കി. ഒന്നാമത്തെ പരിഹാരമാണ് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം നൽകുന്നു എന്നുള്ള ചിന്ത. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്തോത്രം. ഇംഗ്ലീഷിൽ അത് ഭാവികാല രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Those who are pure in the heart, they shall see the face of God. അവർ ഭാവിയിൽ ദൈവത്തിൻ്റെ മുഖം കാണും. ഇന്ന് നീ നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ ഭാവിയിൽ നിനക്ക് ദൈവത്തിൻ്റെ മുഖം കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് മനുഷ്യന് തടസ്സമായിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപം കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 6:5 മനുഷ്യൻ്റെ ഹൃദയ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും നിറഞ്ഞത്, അല്ലേ? അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, ആകമയോ അമേ ക്ലാവ് നിറഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുലപാതകം, ദുശ്ചിന്ത, അല്ലേ, മുതലായവ പുറത്തു വരുന്നു. അപ്പോൾ അകത്തുള്ള ഈ ഹൃദയം ശുദ്ധമായി തീരണം. അത് എങ്ങനെ സംഭവിക്കും? എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ അടിമാലിയിൽ ഞാൻ ഒരു സുവിശേഷ യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. എന്നിട്ട് അതിരാവിലെ PMS ബസ്സിന് ഞാൻ അടിമാലിയിൽ നിന്ന് ആലുവയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ വണ്ടി ഇങ്ങോട്ട് വന്നു. കുറേ ദൂരം വന്നപ്പോൾ എൻ്റെ അടുക്കലിരിക്കുന്ന ഒരാൾക്ക് ഞാനൊരു ഉപദേശിയാണെന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, ഒരു ഉപദേശിയാണ്. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. രാവിലെ 5:30 ആയ സമയത്ത് ഈ മനുഷ്യൻ എന്നോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഒത്തിരി ആളുകൾ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ എന്നോട് വല്ലാതെ വഴക്കടിക്കാൻ തുടങ്ങി. വീട്ടിൽ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വേർപ്പ് പറ്റുന്ന കക്ഷത്തി ബൈബിൾ വെച്ചോണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഒരു പ്രസംഗം എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? പ്രവൃത്തിയാ വേണ്ടത്, ഹൃദയം ശുദ്ധമാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഭയങ്കര വഴക്ക്. അപ്പോൾ അയാൾ പറഞ്ഞതിനകത്ത് ഒരു വാക്ക് എനിക്ക് കിട്ടി, ഹൃദയം ശുദ്ധമാകണം. നിങ്ങളുടെ പ്രസംഗമൊന്നും വേണ്ട, നിൻ്റെയൊക്കെ ഹൃദയം. ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പച്ച, ഞങ്ങൾ ഈ പ്രസംഗവും പരിപാടിയൊക്കെ അവസാനിപ്പിക്കാം. അപ്പച്ചൻ പറഞ്ഞല്ലോ ഹൃദയം ശുദ്ധമാകണമെന്ന്. ഹൃദയം ശുദ്ധമാകാൻ എങ്ങനെ പറ്റും? ഹൃദയത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിൻ്റെ കറ കഴുകിക്കളയുന്ന യാതൊരു ഡിറ്റർജൻറ്റും ഭൂമിയിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പ്രൈസലോ. ഇവിടുത്തെ ഒരു സോപ്പിനോ ലായനിക്കോ മനുഷ്യൻ്റെ ഹൃദയത്തിലെ കപടതയെ കഴുകി മാറ്റാൻ പറ്റില്ല.
പ്രൈസല്ലോ. എന്നാൽ ഹൃദയത്തിലെ സകല ദുഷ്ടതകളെയും കഴുകിക്കളയുന്ന ഒരു ദിവ്യമായ ലായനി കാൽവറിയിൽ നിന്ന് ഒഴുകപ്പെട്ടു. പ്രൈസല്ലോ. എബ്രായ ലേഖനം 9:14. ആമേൻ. ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നിങ്ങളുടെ മനസാക്ഷിയിലെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തം എന്തു ചെയ്യും? പറഞ്ഞേ, നമ്മുടെ ഹൃദയത്തിലെ പാപത്തെ കഴുകിക്കളയും. ഇന്ന് ആ നിലയിൽ ഹൃദയത്തിനൊരു ശുദ്ധീകരണം നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ നിനക്ക് ദൈവത്തിൻ്റെ മുഖം കാണാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. അപ്പൊ നീ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയണം. ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുന്ന സിദ്ധൌഷധമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, അല്ലേ? സ്തോത്രം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമാണ്. സക്കറിയാപ്രവചനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. പ്രൈസല്ലോ. ആ തുറന്നിരിക്കുന്ന ഉറവാണ് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം. ഇന്ന് രാവിലെ ഹൃദയത്തിൽ കുറ്റബോധം അലട്ടുന്നുണ്ടോ? ഞാനൊരു അശുദ്ധനാണ്, ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള യോഗ്യത എനിക്കില്ല എന്ന കുറ്റബോധം നിന്നെ അലട്ടുന്നുണ്ടോ? നിന്റെ പാപത്തിൻ്റെ കറ മുഴുവൻ കഴുകിക്കളയുന്ന ആ തുറക്കപ്പെട്ട ഉറവയായ ആമേൻ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി തുറക്കപ്പെട്ട ഉറവയാണ് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം. യേശുവിൻ്റെ രക്തത്താൽ ഹൃദയത്തിന് ശുദ്ധീകരണം പ്രാപിച്ചാൽ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മുഖം കാണും. പ്രൈസല്ലോ. അപ്പൊ ദൈവമുഖം കാണാൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് 2 പരിഹാരമാർഗമൊരുക്കി. ഒന്ന്, ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആ ഹൃദയം ശുദ്ധീകരണം സംഭവിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ്. 2ാമത്തെ പരിഹാരമാർഗം, സ്തോത്രം, ഇന്ന് ദൈവമുഖം മനുഷ്യൻ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ മുഖം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 11-ാമത്തെ വാക്യം. സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട്. അപ്പൊ ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആര്? ദൂതന്മാര്. പ്രൈസല്ലോ. ദൂതന്മാർ ദൈവമുഖം കാണുന്നുണ്ട്, എപ്പോഴും കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ചെയ്യാൻ പോകുന്ന അടുത്ത പരിഹാരം എന്താണെന്നറിയോ? നമ്മളെ ദൂതന്മാരെ പോലെ അങ്ങാക്കും. ഹലോ, സ്തോത്രം. നമ്മളെ ആരാക്കി തീർക്കും? പറഞ്ഞേ, ദൂതന്മാരെ പോലെ ആക്കി തീർക്കും. വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗ്ഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, പുനരുത്ഥാനത്തിൽ, ഏത് പുനരുത്ഥാനം? 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2ാം മരണമാകുന്ന തീപ്പൊയ്കയ്ക്ക് അവന്റെ മേൽ അധികാരമില്ല. യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള മടങ്ങിവരവിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാനോ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. അന്ന് നമ്മുടെ ഈ മർത്യമായ ശരീരത്തിന് ഒരു ഭയങ്കര രൂപാന്തരം സംഭവിക്കും. ഇന്നത്തെ ശരീരത്തിന് എന്തെല്ലാം രോഗങ്ങളാണ്, അല്ലേ? പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, 100 പ്രശ്നങ്ങളാണ്, അല്ലേ? എന്നാൽ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു നല്ല ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നമുക്ക് കിട്ടും. സ്തോത്രം. പ്രൈസല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഷർട്ടിന് മീതെ കോട്ടിടുന്നത് പോലെ ഈ മർത്യമായ ശരീരത്തിന് മീതെ അമർത്യമായൊരു ശരീരം കൊണ്ട് മൂടപ്പെടും. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു. ഏതാ ഉടുപ്പ്?
രക്ഷയുടെ ഉല്ലാസഘോഷം, അല്ലേ? സ്തോത്രം. ആ പുതിയ മേത്തരമായ അങ്കി കൊണ്ട് നാം ധരിക്കപ്പെട്ടവരാ. അടുത്ത ഭാഗം, സ്തോത്രം. സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് നീങ്ങിപ്പോയിട്ട് അമർത്യമായത് അതിന് മീതെ ധരിക്കും. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. അപ്പോൾ സ്വർഗീയമായൊരു പാർപ്പിടം കൊണ്ട് നാം മൂടപ്പെടും. മനസ്സിലായോ? മർത്യമായതിനു മീതെ അമർത്യമായൊരു ശരീരം കൊണ്ട് പൊതിയപ്പെടും. അന്ന് നമ്മൾ ദൂതന്മാരെ പോലെയാകും. 1 യോഹന്നാൻ 3:1-2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അന്ന് നാം അവനോട് സദൃശന്മാരായി മാറും. സഹോദരങ്ങളെ, ഇന്ന് ദൂതന്മാർ ദൈവമുഖം കാണുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ മടങ്ങിവരവിൽ അവൻ നമ്മെ ദൂതന്മാരെ പോലെയാക്കി തീർക്കും. എത്ര പേർക്ക് മനസ്സിലായി എങ്ങനെയാ സംഭവിക്കുന്നത്? യേശു മടങ്ങി വരും. സ്തോത്രം. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാൻ നാം ആകാശവികായസിലേക്ക് പറന്നുയരും. മരിച്ചവർ ഉയർക്കും, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിനാകമാനം വലിയ വ്യത്യാസമുണ്ടാകും. ഫിലിപ്പിയർ ലേഖനം 3:20-21 പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കും. അടുത്ത വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വല്ലഭത്വമുള്ള വ്യാപാര ശക്തി കൊണ്ട്, ആ പദം ഞാൻ വീണ്ടും ആവർത്തിക്കുക. ഹലോ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഈ ധ്യാനം ഇന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവ്. പിളർക്കപ്പെട്ട പാറ കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഇന്ന് നമുക്ക് പിതാവായ ദൈവത്തെ കാണുവാൻ അവസരം സംജാതമായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം ഈ പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിന് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, അതിനെ കാട്ടിലെ ദുഷ്ടമൃഗങ്ങൾ വന്ന് ആക്രമിക്കാം. അപ്പം ആ പ്രാവ് ഭയങ്കര ഭീഷണി നേരിടുകയാണ്, ഭീതി നേരിടുകയാണ്, ചൂടനുഭവപ്പെടുകയാണ്, ഇണ മരിച്ചല്ലോ എന്നുള്ള ദുഃഖം അലട്ടുകയാണ്. അതിന് പുറത്തെന്താ? പ്രൈസലോ, ദുഷ്ടമൃഗം തന്നെ ആക്രമിക്കുമോ എന്ന ഭീതിയും അലട്ടുകയാണ്. 74-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. സ്തോത്രം. പ്രൈസല്ലോ. ദൈവത്തിൻ്റെ കുറുപ്രാവാണ് ദൈവത്തിൻ്റെ സഭ, ഞാനും നിങ്ങളും. നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവൻ നമ്മെ പ്രാവും നിഷ്കളങ്കയുമായോളോ ഒരുത്തി മാത്രം, അല്ലേ? നമ്മളെ അവൻ ഒരു പ്രാവിൻ്റെ കണക്കെയാണ് കാണുന്നത്. ഇവിടെ ഭക്തൻ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത്. എന്താണ് ഈ കുറുപ്രാവ് എന്ന് ഞാൻ പറഞ്ഞു, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇനി ദുഷ്ടമൃഗം എന്താണ് എന്നുള്ളത് ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകത്തിൽ എതിർ ക്രിസ്തുവിനെ അഥവാ അന്തിക്രിസ്തുവിനെ ഒരു മൃഗം എന്ന പേരിലാണ് വിവരിച്ചിട്ടുള്ളത്. സ്തോത്രം. ചില വാക്യങ്ങൾ ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പോൾ പിശാചിനെക്കുറിച്ച് അവിടെ വായിക്കുന്നത് എന്താ? ആഴത്തിൽ കയറി വരുന്ന മൃഗം എന്നാണ്. 13:1, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. മൃഗം എന്നുള്ളത് അന്തിക്രിസ്തുവിനെ കാണിക്കുന്ന ഒരു ആലങ്കാരിക പദമാണ്. സമുദ്രം എന്ന പദം ഈ ലോകത്തെ കാണിക്കുന്നതാ. വെളിപ്പാട് 17:15, നീ കണ്ട വെള്ളമോ ജാതികളും ഭാഷകളും വംശങ്ങളും ഗോത്രങ്ങളുമാകുന്നു. ദൈവമക്കളുടെ ഒരു ഭാഗ്യകരമായ പ്രത്യാശ, ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ.
സ്തോത്രം. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. സ്തോത്രം. ഒരു പുരുഷനും അവൻ്റെ മണവാട്ടിയെ മറ്റുള്ളവർ പിച്ച് ചീന്താൻ അനുവദിക്കുകയില്ല. അല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമായ ഉപ്പാകുന്ന നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. സ്തോത്രം. ഞാൻ സ്പഷ്ടമായ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അന്ന് വലിയ കോപത്തിന്റെ ദിവസമാണ്. ഇവിടുത്തെ മഹത്തുക്കളൊക്കെ മലമുകളിൽ ചെന്നിട്ട് പറയും, പാറകളെ, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? പക്ഷേ അന്ന് ദൈവത്തിന്റെ ജനത്തിന് ആ കോപത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം പറയുകയാണ്, എൻ്റെ ജനമേ കടന്നു വന്ന് ആറയിൽ കടന്ന് വാതിലടച്ചുകൊള്ളുക. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് നോഹയും കുടുംബത്തെയും ദൈവം ഒരു പെട്ടകത്തിലാക്കി സംരക്ഷിച്ചില്ലേ? ലോത്തിന്റെ കാലത്ത് ജലപ്രളയം, സോദോമിൽ തീയും ഗന്ധവും വർഷിക്കുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും ഒരു പർവ്വതത്തിലേക്ക് ദൈവം മാറ്റിയില്ലേ? നമ്മൾ കാത്തിരിക്കുന്നത് അന്തിക്രിസ്തു വരാനല്ല, നാം കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് വരാനാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി 5-ാമത്തെ 9-ാമത്തെ വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും, എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാലും ജീവനോടെ ഇരുന്നാലും, ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. റോമർ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കും. എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ മുമ്പാകെ ദൈവം ഭാവികാല സംഭവ സംഗ്രഹം മറനീക്കി പ്രദർശിപ്പിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവമക്കളുടെ ഭാഗ്യകരമായ പ്രത്യാശ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അടുത്ത പദം, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിളിക്കേണ്ട നമ്പർ 7736112475 8086991167.